പറയട്ടെ, മറുപടി ഞാൻ പറയട്ടെ. നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിന്റെ അമ്മയ്ക്കുണ്ട്. അതുപോലെയാണോ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ നശിച്ച സന്തതി? അതിനോട് നിനക്ക് എന്ത് കമ്മിറ്റ്മെന്റാ ഉള്ളേ? നിന്റെ അമ്മയോട് നീ ചോദിക്കണം, എത്ര ആറ്റുനോറ്റാണ് നീ ഞങ്ങൾക്കുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിശേഷം ചോദിച്ച് മടുത്തപ്പോ നിന്റെ അമ്മ നീ വരാത്തതിൽ പ്രതിഷേധിച്ച് ഒരുപാട് കരഞ്ഞപ്പോ രഹസ്യവും പരസ്യവുമായി മുഴുവൻ ഹോസ്പിറ്റലുകളും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും കയറി ഇറങ്ങി മടുത്തപ്പോ ആരോ പറഞ്ഞു കേട്ടറിഞ്ഞു ആ മണ്ണാറശാലയിൽ കൊണ്ടുപോയി ഉരുളി കമ്മിറ്റി ഉണ്ടായതാ നീ. പ്രാർത്ഥനയും വഴിപാടും പിന്നെ കടന്നുപോയി 2 വർഷം. ഒടുക്കം നീ നിന്റെ അമ്മയുടെ വയറ്റിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ആ ദിവസം ഞാനതെങ്ങനെ ആഘോഷിച്ചെന്ന് നിനക്കറിയാം. അനന്തപുരിയിലെ അഗ്രഹാരങ്ങൾ മുഴുവൻ പായസം വിളമ്പി. അത് നല്ല 1-ാം തരം അമ്പലപ്പുഴ പാൽ പായസം. തീർന്നില്ല. അതുകൊണ്ടൊന്നും കെട്ടടങ്ങുന്നതായിരുന്നില്ല നിന്റെ അച്ഛന്റെ ആവേശം. നേരെ ശിവകാശിക്ക് വെച്ചടിച്ചു. അവിടെ ചെന്ന് അന്നത്തെ കാലത്തെ 10,000 രൂപയുടെ പടക്കം വാങ്ങി തെരുവ് മുഴുവൻ പൊട്ടിച്ചാഘോഷമാക്കി ഞാൻ. അന്ന് നിന്റെ വരവിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾ മാത്രമല്ല, ഒരു നാട് മുഴുവനുമായിരുന്നു. അങ്ങനെ ഒരു സന്തതിയാണോ നിന്റെ വയറ്റിൽ കിടക്കുന്നേ? പറ, എന്നോട് പറ നീ. പക്ഷെ അതൊരു കുഞ്ഞില്ല അച്ഛ. അപ്പൊ നിന്റെ വായിൽ നാക്കൊക്കെ ഉണ്ട്. കൊള്ളാം. അപ്പൊ നീ അമ്മയാകാൻ തീരുമാനിച്ചു.